ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് സതി ലീലാവതി എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നായകനായ സേതു നമ്മുടെ നായികയായ ലീലയും കൊണ്ട് രാത്രിയിൽ കാട് വഴി പോകുന്നതാണ് കാണിക്കുന്നത്. ലീല അബോധാവസ്ഥയിൽ കാറിന്റെ പിൻസീറ്റിൽ കിടക്കുകയായിരുന്നു. ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കഥ കുറെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. ശാന്തിപുരം എന്ന സ്ഥലത്താണ് ലീല ജനിച്ചു വളർന്നത്. ലീലയും അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാം അടങ്ങുന്നതായിരുന്നു അവരുടെ കുടുംബം. നിസാര കാര്യങ്ങൾക്ക് ലീലയുടെ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കിടും. കിച്ചണിലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലീലയുടെ അച്ഛൻ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയായിരിക്കും വഴക്ക് തുടങ്ങുന്നത്. അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഇവരുടെ വഴക്ക് തീർക്കാൻ മാത്രമേ നേരം ഉണ്ടായിരുന്നുള്ളൂ. ലീല കുറച്ചുകൂടി വളർന്നപ്പോഴേക്കും അപ്പൂപ്പനും അമ്മൂമ്മയും മരിച്ചു. അവസാനം ഇവരുടെ വഴക്കിനിടയിൽ സംസാരിക്കാൻ ആരും ഇല്ലാതെയായി. ഇവർ വഴക്കിടുമ്പോൾ ലീല ആകെ വിഷമിച്ച് എവിടെയെങ്കിലും പോയി മാറിയിരിക്കുന്നത് പതിവായിരുന്നു. ഒരിക്കൽ ലീലയുടെ അമ്മയും അച്ഛനും അവളുടെ പിറന്നാൾ ആഘോഷിക്കാൻ അടുത്തുള്ളൊരു ഓർഫനേജിലേക്ക് അവളെ കൊണ്ടുപോയി. അവിടെ വെച്ചാണ് അവൾ നമ്മുടെ നായകനായ സേതുവിനെ പരിചയപ്പെടുന്നത്. എന്നാൽ അന്ന് അവന്റെ പേര് പോലും ചോദിക്കാൻ ലീലയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും വിളിച്ചപ്പോഴേക്കും അവൾ അവിടെ നിന്ന് ഓടിപ്പോയി. ചെറുപ്പത്തിൽ അവളുടെ ആകെ ഉണ്ടായിരുന്ന കൂട്ട് അവളുടെ മുറച്ചിറക്കനായിട്ടുള്ള പെഡ്ഡിയായിരുന്നു. പെഡ്ഡിയാകട്ടെ ലീലയോട് എപ്പോഴും പറയും, ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ അച്ഛനും അമ്മയും പോലെ നമ്മൾ തല്ലുകൂടേണ്ടി വരില്ല എന്ന്. ഞാൻ നിന്നെ ഹാപ്പി ആയിട്ട് തന്നെ വെക്കുമെന്ന്. നമുക്കതുകൊണ്ട് ഒരുമിച്ച് വളർന്ന ശേഷം വലുതായി കഴിയുമ്പോൾ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ ലീല വളർന്നതല്ലാതെ പെഡ്ഡി വളർന്നില്ല. അവൻ അധികം ഹൈറ്റ് വെച്ചില്ല. അവന്റെ വളർച്ച ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വിവാഹപ്രായം എത്തിയപ്പോഴാകട്ടെ ലീല അവനെ റിജക്ട് ചെയ്തു. തന്റെ സങ്കല്പത്തിലുള്ള പുരുഷന് കുറച്ചുകൂടി ഹൈറ്റ് വേണമെന്ന് പറഞ്ഞിട്ട്. ഓർഫനേജിലുണ്ടായിരുന്ന നമ്മുടെ നായകനായ സേതു ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന അമ്മമാരെയെല്ലാം സ്വന്തം അമ്മയായിട്ടായിരുന്നു കണ്ടിരുന്നത്. അവൻ പഠിച്ച് വലിയൊരു സൈക്കോളജിസ്റ്റായി മാറി. ലൈഫിൽ ഒരു ഘട്ടത്തിൽ ഇവർ കണ്ടുമുട്ടുകയും പരസ്പരം വിവാഹം കഴിക്കുകയും ചെയ്തു. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് കാണാം. ഇപ്പോൾ ഇവരുടെ വിവാഹം കഴിഞ്ഞ് 3 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ് കാണിക്കുന്നത്. ലീല ഒരു ഡയറക്ടർ ആയിരുന്നു. അത്യാവശ്യം ബിസി ആയിട്ടുള്ള ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ പേഴ്സണൽ ലൈഫിൽ അവൾക്ക് അധികം സമയം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവളോട് കുറെ നാളായിട്ട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സേതു ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവൾ ഒഴിവായിക്കൊണ്ടേയിരുന്നു. അവൾ എപ്പോഴും ബിസിയായിരുന്നു. അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയമെല്ലാം തന്നെ സേതുവിന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് തനിക്ക് സംസാരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ പോലും അവൾ എപ്പോഴും അവളുടെ ഷൂട്ടിംഗ് കാര്യങ്ങളിൽ ബിസിയായിട്ട് നിന്നു. ലീലയെ സ്ഥിരമായിട്ട് മൊട്ടരാജു എന്ന് പറയുന്ന ഒരാൾ കാണാൻ വരുമായിരുന്നു. അയാൾ ഒരു പ്രൊഡ്യൂസറാണ്. അയാൾക്ക് ലീലയെ ഡയറക്ടർ ആക്കിക്കൊണ്ടൊരു പടം എടുക്കണമെന്നുണ്ട്. എന്നാൽ ലീലയാകട്ടെ അയാളെ റിജക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇയാളെ കുറിച്ച് ബ്ലൂ ഫിലിംസും ആ ടൈപ്പ് സീരീസും ഒക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അയാളുടെ ആ ഒരു ദുഷ്പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു സിനിമ എടുക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചത്. പക്ഷെ ഇയാളെപ്പോലൊരു പ്രൊഡ്യൂസറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ലീലയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവള് റിജക്ട് ചെയ്തിട്ടും അയാൾ പിന്നാലെ നടക്കുകയാണ്. ദിവസങ്ങളായിട്ടുള്ളോട് സംസാരിക്കാൻ നടന്നിരുന്ന സേതു അന്നും അവൾക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നെങ്കിലും അവൾ അവനോട് സംസാരിക്കാൻ സമയം കണ്ടെത്തിയില്ല. പിറ്റേന്ന് രാവിലെ ഉറക്കം എഴുന്നിട്ട് ലൈലയാകട്ടെ കാണുന്നത് സേതു തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നതായിരുന്നു. നീ ഇത് എവിടെ പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ അവൻ അവളോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന്. ലീലയും പറയുന്നുണ്ട്, തനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന്. ആദ്യം നീ പറയാൻ അവൻ പറഞ്ഞെങ്കിലും അവള് പറയുന്നുണ്ട്, നിനക്കല്ലേ കുറച്ചു നാളായിട്ട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞ് നീ തന്നെ പറഞ്ഞുകൊള്ളാൻ. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം സേതു അവളോട് പറയുന്നത്. സേതുവിന് ഇനി അവളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. പരസ്പരം പിരിയാമെന്നായിരുന്നു അവന്റെ തീരുമാനം. അതിന് അവൻ പറയുന്ന വലിയൊരു കാരണം ഇതായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ വർഷമൊക്കെ തന്നെ നല്ല ഹാപ്പി ആയിട്ടാണ് പോയത്. ഒരുപാട് സമയം അവർ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് 1 വർഷത്തിന് ശേഷം ഇവൾ ഒരു രീതിയിലും അവന് ടൈം കൊടുക്കാതെയായി. എപ്പോഴും ബിസി. എന്ത് കാര്യത്തിന് ചെന്നാലും ഇപ്പൊ സംസാരിക്കണ്ട, പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞിട്ട് പോലും അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ സംസാരിക്കാമെന്ന് പറയും. രാവിലെ ആവുമ്പോൾ അവൾ ഷൂട്ടിംഗ് തിരക്കിലും ആവും. ഇത് 2 വർഷമായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവന് വേണ്ടി ഒട്ടും തന്നെ ടൈം അവൾ കണ്ടെത്തുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഡിവോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, വക്കീല് വരും, നീ അതിൽ സൈൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ സാധനങ്ങളും എടുത്ത് പോകാൻ തുടങ്ങി. എന്നാൽ അവള് പറയുന്നുണ്ട്, നീ വെറുതെ എങ്ങനെ ഇട്ടിട്ട് പോവുകയല്ല, നിന്റെ ലൈഫിൽ മറ്റേതോ പെൺകുട്ടി വന്നിട്ടുണ്ട്. അത് കേട്ടതും സേതു പറയുന്നു, നിന്റെ സംശയം ശരിയാണെന്ന്. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, നിക്കോള എന്നാണ് അവളുടെ പേര്. അവൾ ആരാണ്, എങ്ങനെ പരിചയപ്പെട്ടു എന്നൊക്കെ ലീല ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഈ 2 വർഷമായിട്ട് നീ എന്നോട് സംസാരിക്കാതെയും എനിക്ക് വേണ്ടി ടൈം തരാതെ ഇരുന്നതോടുകൂടി എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെയായി. ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും തലകാല ബോധമില്ലാതെ ചെയ്യുന്നത് പോലെയായി. അവസാനം എനിക്ക് തന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെയായപ്പോൾ ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അവിടെ വെച്ചാണ് നഴ്സായ നിക്കോളെ അവൻ പരിചയപ്പെടുന്നത്. അവന്റെ എല്ലാ കാര്യങ്ങളും അവളായിരുന്നു നോക്കിയിരുന്നത്. ഇപ്പൊ അവനെ പറ്റി എല്ലാം തന്നെ അവൾക്ക് അറിയുകയും ചെയ്യാം. ലീലയുമായിട്ട് അവൻ ഒരുമിച്ച് ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവൻ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവളും ആ ഒരു ബന്ധത്തിന് ഓക്കെ പറഞ്ഞു. ലീലയെ ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാമെന്നായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ പല കാര്യങ്ങളും പറഞ്ഞ് ലീല അവനെ അവിടെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ അവൻ കേൾക്കാൻ കൂട്ടാക്കിയതേയല്ല. നിക്കോള ഒരിക്കലും നിന്നെ പോലെയല്ല, അവൾ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സാധനങ്ങളും പാക്ക് ചെയ്ത് അവൻ പോകാൻ തുടങ്ങിയായിരുന്നു. ദേഷ്യം വന്ന ലീലയാകട്ടെ അവിടെ ഇരുന്നൊരു ഫ്ലവർ പോട്ട് എടുത്ത് അവന്റെ തലക്കെറിയുന്നു. സേതുവിന്റെ ബോധം പോയി. ആ സമയത്താണ് സേതു പറഞ്ഞത് പ്രകാരം ആ വക്കീൽ അവിടേക്ക് വന്നത്. വക്കീലിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലീല പറയുന്നുണ്ട്, സേതു ഇവിടെയില്ല, അത്യാവശ്യമായിട്ട്
കേസുമായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണെന്ന്. താൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വക്കീല് പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. സേതുവിനെ ഇവിടെ ലീലയാകട്ടെ ഒരു കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ബോധം വന്ന അവനാകട്ടെ അവളോട് തന്നെ അഴിച്ചുവിടാൻ പറയുന്നു. നീ അവളെ ഇത്രയധികം സ്നേഹിക്കാൻ കാരണം എന്താണെന്ന് ലീല സേതുവിനോട് ചോദിക്കുമ്പോൾ നിക്കോളയെ പറ്റി ഒരുപാട് ഓർമ്മകൾ അവൻ അവളോട് പങ്കുവെക്കുന്നു. അവൾ കാണാൻ തന്നെ നല്ല സുന്ദരിയാണ്. ഈ ലോകത്തിലും വെച്ച് ഏറ്റവും സുന്ദരി അവളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ അവൾ നന്നായിട്ടാ കെയർ ചെയ്യുന്നത്. എനിക്ക് എന്തൊക്കെ ഫുഡാണ് ഇഷ്ടം, എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. ഇതൊക്കെ കേട്ടിട്ട് ലീലയ്ക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കറക്റ്റ് ആ സമയത്താണ് നിക്കോള അവിടേക്ക് സേതുവിനെ കാണാൻ വരുന്നത്. സേതു ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയതും ലീല പെട്ടെന്ന് അവന്റെ വായില് ടേപ്പൊട്ടിച്ചിട്ട് പുറത്തേക്ക് പോയി നോക്കുന്നു. സേതു പറഞ്ഞ പോലെ തന്നെയായിരുന്നു നിക്കോളയെ കാണാൻ. അവൾ അത്രയധികം സുന്ദരിയായിരുന്നു. ലീലയ്ക്ക് ശരിക്കും അവളെ കണ്ട് അസൂയ തോന്നാൻ തുടങ്ങി. സേതു എവിടെന്ന് ചോദിച്ചപ്പോൾ ലീല നിക്കോളയോടും കള്ളം പറയുന്നു. അവൻ അത്യാവശ്യമായിട്ട് എവിടേക്കോ പോയിരിക്കുക, ഇന്ന് വരില്ലാന്ന് തോന്നുന്നു. നീ വരികയാണെങ്കിൽ പോയിട്ട് നാളെ വരാൻ പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ട് അവൻ പോയതെന്ന് ലീല കള്ളം പറയുന്നു. അപ്പൊ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ലേ എന്ന് നിക്കോള ചോദിക്കുന്നു. ഞാൻ കുറച്ച് മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളാണെന്നും എനിക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമില്ലെന്നാണ് ലീല പറയുന്നത്. ഇത്രയും നല്ലൊരാളെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് നിക്കോളയും പറയുന്നു. സാധാരണ വൈഫുമാരാണെങ്കിൽ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ എന്ത് കൂളായിട്ടായിരിക്കുന്നത്. എനിക്ക് സേതുവിനേക്കാളും നിങ്ങളുടെ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടെന്ന് നിക്കോള പറഞ്ഞു. അങ്ങനെ പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞിട്ട് നിക്കോളയെ തൽക്കാലം ലീല അവിടെ നിന്നും പറഞ്ഞു വിട്ടു. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് ആ വക്കീലിന് ഡൗട്ട് തോന്നുന്നു. സേതുവിനെ ലീല എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നായിരുന്നു അയാളുടെ പേടി. നിക്കോളയെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ചു വന്ന ലീലയാകട്ടെ സേതുവിനോട് വഴക്കിടുന്നു. 3 വർഷത്തെ ദാമ്പത്യ ജീവിതം നിനക്ക് എങ്ങനെ ഇത്ര ഈസി ആയിട്ട് അവസാനിപ്പിക്കാൻ തോന്നുന്നു? ഇങ്ങനെ ഇട്ടിട്ട് പോകാനാണെങ്കിൽ നീ എന്തിനാ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നത്? അത് കേട്ട് സേതു ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ലൈഫിലേക്ക് കടന്നു വന്നതൊന്നുമല്ല, അതിന്റെയൊക്കെ പിന്നിൽ വേറെയും കാരണങ്ങളുണ്ട്. ഇനിയാണ് ഇവർ തമ്മിൽ എങ്ങനെയാ പരിചയപ്പെട്ടതെന്ന് കാണിക്കുന്നത്. ഒരിക്കൽ ലിഫ്റ്റ് തകരാറിലായ സമയത്ത് അതിനുള്ളിലുണ്ടായിരുന്ന ലീലയാകട്ടെ വല്ലാതെ ഭയപ്പെട്ട് അതിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അന്ന് ലീലയെ ഹെൽപ്പ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സേതുവാണ്. അവിടെ വെച്ചായിരുന്നു അവർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അവൾക്കെന്ന് എല്ലാ കാര്യത്തിനും വല്ലാത്ത പേടിയായിരുന്നു. അതിനുള്ള കാരണം അവളുടെ കുട്ടിക്കാലത്ത് അവൾ ഫേസ് ചെയ്ത ചെറിയ ട്രോമാസ് ആയിരുന്നു. എപ്പോഴും അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കായിരുന്നല്ലോ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ മരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം അവളുടെ അച്ഛന് വല്ലാത്ത കുറ്റബോധമായിരുന്നു. ഡയറക്ടറാകാൻ ആഗ്രഹിച്ച ലീലയാകട്ടെ നന്നായിട്ട് സ്ക്രിപ്റ്റ് എഴുതുമായിരുന്നു. അവൾക്ക് തന്റെ സ്റ്റോറിയൊന്നും തന്നെ ആരോടും പോയി പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം കരിയറിൽ മുന്നോട്ട് പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിലാണ് സേതു അവളെ ഹെൽപ്പ് ചെയ്യുന്നതും. താൻ സൈക്കോളജിസ്റ്റ് ആണെന്നും തന്റെ അടുത്ത് വന്നു കഴിഞ്ഞ് കുറച്ച് സെക്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നീ ഓക്കെ ആകുമെന്നും പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സേതുവിനെ കാണാൻ പോവുകയും അവൻ കൊടുത്ത ധൈര്യത്തില് അവളുടെ പേടിയൊക്കെ മാറുകയും ചെയ്തു. അവൾ നന്നായിട്ട് പലരുടെ അടുത്ത് പോയി കഥ പറയുകയും ആ കഥയൊക്കെ ഇഷ്ടപ്പെട്ട് അവൾക്ക് ചാൻസ് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് അവൾക്ക് അവളുടെ കരിയറിൽ ഇത്രയും വലിയൊരു ഉയർന്ന നിലയിലേക്ക് എത്താൻ പറ്റിയത്. ആ ഒരു കാലയളവിനിടയിൽ സേതുവും അവളും നല്ല ഫ്രണ്ട്സായി മാറിയിട്ടുണ്ടായിരുന്നു. തന്റെ മകളെ അത്രയും സന്തോഷവതിയായിട്ട് കണ്ടപ്പോൾ ആ അച്ഛനും ഒരുപാട് സന്തോഷിച്ചു. കുട്ടിക്കാലത്തെല്ലാം അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് കാരണം അവൾ എപ്പോഴും സങ്കടത്തിലായിരുന്നല്ലോ. അവളുടെ അച്ഛൻ അത് കാരണം അവളോട് പറയുമായിരുന്നു, സാധാരണ പെൺകുട്ടികളൊക്കെ അച്ഛനെ പോലെ ഒരാളെ കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ നിന്നോട് പറയുകയാണ്, നിനക്കൊരിക്കലും നിന്റെ അച്ഛനെ പോലെ ഒരാളെ കിട്ടരുത്. ഏതെങ്കിലും നല്ലൊരു പയ്യനെ കിട്ടണം. അങ്ങനെ ഒരു പയ്യൻ നിന്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് എന്നെ അറിയിക്കണമെന്നും ആ പയ്യനെ തന്നെ നിനക്ക് വിവാഹം കഴിച്ചു തരുമെന്നും അയാൾ പറഞ്ഞു. അപ്പോഴാണ് ലീല സേതുവിനെ പറ്റി തന്റെ അച്ഛനോട് പറയുന്നത്. സേതു തനിക്ക് തന്ന സപ്പോർട്ടിനെ പറ്റിയും അവൻ തന്ന ധൈര്യമാണ് തന്റെ കരിയറിലെ ഉയർച്ചയ്ക്ക് കാരണമെന്നൊക്കെ അവൾ അച്ഛനോട് പറഞ്ഞു. സേതുവിനെ ലീലയ്ക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് ലീലയുടെ ആ മുറച്ചർക്കനും കേട്ടിട്ടുണ്ടായിരുന്നു. നിന്നോട് പറഞ്ഞാൽ റിജക്ട് ചെയ്യുന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ അച്ഛനോട് അന്ന് ഈ കാര്യം പറഞ്ഞതെന്ന് ലീല പറയുന്നു. അച്ഛൻ തന്നെയല്ലേ നിന്നോട് വന്ന് സംസാരിച്ചത്. നീ വിവാഹത്തിന് ഓക്കെ പറയുകയും ചെയ്തു. പക്ഷെ പിന്നെ നിനക്ക് എന്തു പറ്റിയെന്നാണ് അവൾ ചോദിക്കുന്നത്. എന്നാൽ സേതു പറയുന്നു, കാര്യങ്ങൾ അങ്ങനെയല്ല. ഞാനായിട്ട് വിവാഹത്തിന് ഓക്കെ പറഞ്ഞതല്ല. ആ സമയം ഞാൻ പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഫോണിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ ഒരു തവണ നേരിട്ട് കാണാനിരുന്നതാണ്. എന്നാൽ ആ സമയത്താണ് നിന്റെ ആ മുറച്ചിറക്കൻ എന്റെ പിന്നാലെ കൂടിയത്. ഞാൻ പോകുന്നിടത്തെല്ലാം അവൻ എന്നെ ഫോളോ ചെയ്തു വന്നു. ഒരു ദിവസം കാർ പാർക്കിംഗ് ഏരിയയിൽ വെച്ച് സേതുവിനെ ഇവളുടെ മുറച്ചിറക്കൻ ഭീഷണിപ്പെടുത്തി. ലീലയ്ക്ക് നിന്നെ ഇഷ്ടമാണെന്നും അവൾക്ക് ആരെയാണ് ഇഷ്ടം അയാളെ കൊണ്ട് തന്നെ അവളെ വിവാഹം കഴിപ്പിക്കുമെന്നും ഈ മുറച്ചിറക്കൻ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് സേതുവിനോട് സമ്മതം പോലും ചോദിക്കാതെ ഇവർ കല്യാണ കാർഡ് അച്ചടിച്ചു. സേതുവിനെ തോക്കുമുനയിൽ നിർത്തി ഭീഷണിപ്പെടുത്തിയാണ് കല്യാണ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ലീലയുടെ അച്ഛൻ നേരത്തെ തന്നെ ശരിയാക്കുകയും ചെയ്തു. സേതുവിന് എന്നാൽ ആ സമയം ഈ വിവാഹത്തിൽ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ലീലയുടെ അച്ഛൻ എന്ന് സേതുവിനോട് പറയുന്നുണ്ട്, തന്റെ മകളുടെ ജീവിതത്തിൽ സന്തോഷം വരാൻ കാരണം നീയാണെന്നും അവൾ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ അവൾക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ മാത്രമായിരുന്നു സേതു ആഗ്രഹിച്ചത്. എന്നാൽ അവൾ തന്നെ കയറി പ്രണയിക്കുമെന്ന് താൻ കരുതിയില്ലാന്നും ആ സമയം സേതു അയാളോട് പറഞ്ഞു. എന്നാൽ ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തായാലും എന്റെ മകളെ വിവാഹം കഴിച്ചേ പറ്റൂവെന്ന് ലീലയുടെ അച്ഛൻ അവനോട് പറഞ്ഞു. സേതുവിനാകട്ടെ അവിടെ നിന്ന് പോകാനും വയ്യ. വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവൻ. ആ സമയത്ത് ലീലയും അവിടേക്ക് വന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്നെ അച്ഛൻ വന്ന് നിന്നോട് സംസാരിക്കുമെന്നും അതുപോലെ നിനക്കും എന്നെ ഇഷ്ടമാണെന്ന് നീ അച്ഛനോട് പറയുമെന്നും താൻ കരുതിയില്ല. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹക്കാരെയൊക്കെ തീരുമാനിച്ചതിൽ തനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് ലീല പറഞ്ഞത്. കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്ന സമയത്ത്
സമയത്ത് സേതുവിന് പെട്ടെന്ന് ലീലയോടോ ലീലയുടെ അച്ഛനോടോ നോ പറയാൻ പറ്റിയില്ല. ആ നിസ്സഹായ അവസ്ഥയിൽ അവൻ അവളെ വിവാഹം കഴിച്ചതാണ്. എന്നാൽ വിവാഹ ചടങ്ങുകൾക്കിടയിലെ ഓരോ നിമിഷവും പതിയെ പതിയെ സേതു ലീലയെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. വിവാഹം കഴിഞ്ഞതോടുകൂടി അവർ പരസ്പരം കൂടുതൽ അടുക്കുകയും നല്ലൊരു ഹാപ്പി ലൈഫായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഒരു വർഷത്തിന് ശേഷം അവൾ അവനിൽ നിന്നും അകലാൻ തുടങ്ങി. അതിന് കാരണം അവളുടെ പ്രൊഫഷണൽ ലൈഫായിരുന്നു. ഇങ്ങനെയാണ് തങ്ങളുടെ വിവാഹം കഴിഞ്ഞതെന്ന് അറിഞ്ഞതും ലീല ശരിക്കും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് സേതു രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളോട് പറയുന്നുണ്ട്, പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോഴാ എനിക്കും നിന്നോട് ശരിക്കും ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നത്. ഞാൻ എന്തായാലും തൽക്കാലം നിന്നെ വിട്ടിട്ട് പോകാൻ ആലോചിക്കുന്നില്ല. നീ എന്റെ ഈ കയ്യിലെ കെട്ടൊക്കെ അഴിച്ചുവിടാൻ. ലീല അത് വിശ്വസിച്ച് അവന്റെ കയ്യിലെ കെട്ടഴിച്ചു. എന്നാൽ കെട്ടഴിച്ച ഉടനെ അവന്റെ സ്വഭാവം മാറി. നിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞതാ. നീ ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ പോകുന്നില്ല. ഞാൻ ഇവിടെ നിന്ന് പോകുകയാ. നിക്കോളയുമൊത്ത് ഇന്ന് രാത്രി തന്നെ താൻ ഫ്ലൈറ്റ് കയറുമെന്ന്. ദേഷ്യം വന്ന ലീലയാകട്ടെ അവനുമായിട്ട് തല്ലുകൂടാൻ ആരംഭിച്ചു. ഓരോ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയാൻ തുടങ്ങി. ഒടുവിൽ ഇവനെ ഇവിടെ നിന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും അവന്റെ തലക്കടിച്ച് ബോധം കെടുത്തി അവൾ അവനെ ബാത്റൂമിൽ കൊണ്ട് കെട്ടിയിട്ടു. കറക്റ്റ് ആ സമയത്ത് അവളുടെ അച്ഛനും ആ മുറച്ചെറുക്കന്റെ 2 ഫ്രണ്ട്സും അവിടേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് അവൾ വീടെല്ലാം ക്ലീൻ ആക്കിയിട്ട് വാതിൽ വന്ന് തുറക്കുന്നു. അവര് വന്ന ഉടനെ സേതു എവിടെയെന്നാണ് ചോദിക്കുന്നത്. അവള് പറയുന്നുണ്ട്, തനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞത് കാരണം ഇവിടെയെങ്കിലും കിട്ടാത്തത് കൊണ്ട് കുറച്ച് ദൂരെയുള്ള കടയിൽ പോയി അത് വാങ്ങാൻ വേണ്ടി സേതു പോയിരിക്കുകയാണെന്ന്. ബാത്റൂമിൽ പോകണമെന്ന് അവളുടെ അച്ഛൻ പറഞ്ഞതും സേതു ഉള്ള ബാത്റൂം ചൂണ്ടിക്കാണിക്കാതെ മറ്റൊരു ബാത്റൂമാണ് അവൾ ചൂണ്ടിക്കാണിക്കുന്നത്. അച്ഛൻ ബാത്റൂമിലേക്ക് പോയ നേരം കൊണ്ട് അവൾ തന്റെ മുറച്ചെറുക്കനോട് തങ്ങളുടെ കല്യാണ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. സേതു പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നുവെന്ന് അവളുടെ മുറച്ചെറുക്കനിൽ നിന്നും ലീല മനസ്സിലാക്കി. നീ എന്തിനാ അന്ന് അവനെ ഭീഷണിപ്പെടുത്തി കല്യാണത്തിന് വേണ്ടി കൊണ്ടുവന്നത്? ഇപ്പൊ നീയൊക്കെ കാരണം ഞങ്ങൾ പിരിയേണ്ട അവസ്ഥയിലായി. ഇവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അതോടെ മുറച്ചെറുക്കനും മനസ്സിലായി. ഇത്രയും നേരം ലീല അവനെ ഭീഷണിപ്പെടുത്തി ഓർന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് കാരണം അവനും ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ബാത്റൂമിൽ അച്ഛനിരിക്കുകയാണ്, രണ്ടാമത്തെ ബാത്റൂമിൽ സേതുവിനെ അവള് കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടേക്ക് പോകാൻ തുടങ്ങിയ മുറച്ചെറുക്കനെ അവള് തടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ എങ്ങനെയൊക്കെയോ ആ ബാത്റൂമിനകത്ത് കയറി. പക്ഷെ ബാത്റൂമിൽ കയറി കഴിഞ്ഞപ്പോഴാണ് അവന് മനസ്സിലാകുന്നത് സേതുവിനെ അവൾ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന്. അവൻ എന്തെങ്കിലും വലിയ തെറ്റ് ചെയ്യാതെ ലീല അങ്ങനെ ചെയ്യില്ല എന്ന് മുറച്ചെറുക്കന് മനസ്സിലായി. അത് കാരണം തൽക്കാലം ലീലയുടെ അച്ഛനോട് ഈ കാര്യങ്ങളൊന്നും മുറച്ചെറുക്കൻ പറഞ്ഞില്ല. ലീലയുടെ കൂടെ നിൽക്കാമെന്ന് അവൻ സമ്മതിച്ചു. ഒരു വിധത്തില് അച്ഛനെയും മുറച്ചെറുക്കനെയും അവൾ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. എന്നിട്ട് അവൾ വന്ന് സേതുവിനോട് ചോദിക്കുന്നുണ്ട്, സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയപ്പോഴല്ലേ നഴ്സായി നിക്കോളെ നീ പരിചയപ്പെടുന്നത്? അവൾ 2 വാക്ക് സംസാരിച്ചപ്പോഴേക്ക് നിനക്ക് അവളോട് പ്രേമം തോന്നിയോ? അവളുടെ ഡ്യൂട്ടി അല്ലായിരുന്നോ അവൾ നിന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത്? എന്നാൽ ഇത് കേട്ട് സേതു തിരിച്ച് ലീലയോട് ചോദിക്കുന്നുണ്ട്, നീ ഇതുപോലെയല്ലേ എന്റെ അടുത്ത് വന്നത്? ഞാനും സൈക്കോളജിസ്റ്റ് ആയിരുന്നല്ലോ. ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്തല്ലേ? അപ്പോഴല്ലേ നിനക്കും എന്നോട് ഇഷ്ടം തോന്നിയത്? അതുപോലെ തന്നെ എനിക്കും നിക്കോളയോട് തോന്നി. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും ലീലയ്ക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. ആ സമയത്ത് ലീലയെ കാണാൻ വേണ്ടിയിട്ട് ആ മൊട്ടരാജയും കൂട്ടരും വീണ്ടും അവിടേക്ക് വരുന്നു. ഇതെല്ലാം വക്കീല് കാണുന്നുണ്ടായിരുന്നു. സേതു ആ വീടിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമമായിരുന്നു വക്കീല് നടത്തിക്കൊണ്ടിരുന്നത്. ലീലയാകട്ടെ അകത്തേക്ക് കയറാൻ അയാളെ അനുവദിക്കുന്നുമില്ല. തൽക്കാലം സേതുവിനോട് അവിടെ ഇരിക്കെ, ഞാൻ പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് മൊട്ടരാജയെ കാണുന്നത്. തൽക്കാലം ഇയാളുടെ കൂടെ പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ട് അവൾ മൊട്ടരാജയുടെ വണ്ടിയിലേക്ക് കയറി. എന്നാൽ ഈ മൊട്ടരാജയും കൂട്ടർക്കും മറ്റൊരു പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ഇവളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി അവളെ കൊണ്ട് ഒരു പടം എടുക്കാൻ വേണ്ടിയിട്ട് എഗ്രിമെന്റിൽ സൈൻ ചെയ്യിപ്പിക്കുക. അതേസമയം ഈ വക്കീലാകട്ടെ സേതു അകത്തുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കയറി വീടിനുള്ളിലേക്ക് നോക്കുകയായിരുന്നു. അവൻ ബാത്റൂമിലിരിക്കുന്നത് അയാൾ കണ്ടു. സേതു അകത്തുനിന്ന് വിളിച്ചു പറയുന്നുണ്ട്, എന്നെ അവൾ ഇവിടെ കിട്ടിയിട്ടിരിക്കുക, എന്നെ എങ്ങനെയെങ്കിലും വന്ന് രക്ഷിക്കാൻ. അയാൾക്കാകട്ടെ സേതു പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ എങ്ങനെയെങ്കിലും വീടിനകത്ത് കയറാൻ ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ ആ സമയം ആ വീട്ടിലേക്ക് ഒരു കള്ളം വന്ന് കയറുന്നു. വീടിനകത്ത് ആരോ കയറിയെന്ന് മനസ്സിലാക്കി സേതു ആകട്ടെ തന്നെ രക്ഷിക്കൂന്ന് പറഞ്ഞിട്ട് വിളിച്ചു പോവാൻ തുടങ്ങി. കള്ളം വന്ന് നോക്കുമ്പോൾ സേതുവിനെ കെട്ടിയിട്ടിരിക്കുന്നു. നിന്നെ ആരാ കെട്ടിയിട്ടിരിക്കുന്നത്, എന്തു പറ്റിയെന്നൊക്കെ കള്ളം ചോദിക്കുമ്പോഴാണ് സേതു നടന്ന കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ആ കള്ളനാകട്ടെ സേതുവിനെ ഉപദേശിക്കുകയാണ്, നീ എന്തിനാ നിന്റെ വൈഫിനെ ഇട്ടിട്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോകുന്നത്? നിന്റെ വൈഫിന്റെ ഫോട്ടോ ഞാൻ കണ്ടു, അവൾ എന്ത് സുന്ദരിയാ. ഇങ്ങനെ നീ വൈഫിനെ ഇട്ടിട്ട് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം നശിച്ചു പോകത്തേ ഉള്ളൂ. അങ്ങനെ ആ കള്ളൻ കുറെ അവനെ ഉപദേശിക്കുന്നു. പക്ഷെ സേതു അതൊന്നും മൈൻഡാക്കിയില്ല. എന്നാൽ ആ ടൈമില് നമ്മുടെ ലീലയും തട്ടിക്കൊണ്ടുപോയ മൊട്ടരാജയും കൂട്ടരെയും വഴിയിൽ വെച്ച് പോലീസ് പിടിക്കുന്നു. എന്നാൽ പോലീസുകാരോട് ഇവര് കള്ളം പറയുന്നുണ്ട്, ഞങ്ങളൊരു ഷൂട്ടിങ്ങിന് വേണ്ടി പോവുകയാണെന്നും ഇത് ഞങ്ങളുടെ നായികയാണെന്നും ടയേർഡ് ആയത് കാരണം ഉറങ്ങുകയാണെന്ന്. പോലീസുകാരും അത് വിശ്വസിച്ചു. ബോധം വരുമ്പോൾ ലീലയാകട്ടെ ഒരു പള്ളിയുടെ ഏരിയയിലായിരുന്നു. ലീലയോട് ഇവർ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്ന സിനിമ എടുത്തു തരുന്നതാ നല്ലത്, ഈ എഗ്രിമെന്റിൽ സൈൻ ചെയ്യാൻ. എന്നാൽ അവള് പറയുന്നു, ഇത്രയും നിസ്സാര കാര്യത്തിനാണോ നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടുവന്നത്? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, ആദ്യം എന്തെങ്കിലും കഴിക്കാൻ തരാൻ. എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് കരുതിയപ്പോൾ ഇവരുടെ ആരുടെയും കയ്യിൽ സ്വിഗ്ഗിയോ സുമാറ്റയോ ഇല്ല. തന്റെ ഫോണിൽ സ്വിഗ്ഗി ബോയ് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്തായാലും ഫുഡുമായിട്ട് വരുമെന്ന് ലീല പറയുന്നു. അതേസമയം ഈ കള്ളനാകട്ടെ നമ്മുടെ സേതുവുമായിട്ട് ഒരു ഡീലിലെത്തിയിട്ടുണ്ടായിരുന്നു. സേതു അവനോട് പറയുന്നുണ്ട്, എന്റെ വൈഫ് പുറത്തേക്ക് പോയിരിക്കുകയാണ്, അവൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ നീ അവളെ ഭീഷണിപ്പെടുത്തണം, അവളെ കൊണ്ട് തന്നെ എന്റെ കയ്യിലെ കെട്ടൊക്കെ അഴിപ്പിക്കണം, അതിനു വേണ്ടിയിട്ട് ഞാൻ നിനക്ക് കാശ് തരാം. എന്നിട്ട് അവൻ ഒരു കാർഡും എടുത്ത് ആ കള്ളന്റെ കയ്യിൽ കൊടുത്തു. പിൻ നമ്പർ നീ പറ, ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സേതുവിന്റെ കയ്യിൽ നിന്ന് പിൻ നമ്പറും എടുത്തിട്ട് ഈ കള്ളൻ പുറത്തേക്ക് പോയി. ആ സമയം ലീലയാകട്ടെ സ്വിഗ്ഗി ബോയ് എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചിട്ട് ഫുഡ് ഓർഡർ ചെയ്യാൻ
ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ ഫുഡുമായിട്ട് ആള് വന്നു. എന്നാൽ അത് ശരിക്കും വെറൊരു സ്വിഗ്ഗി ബോയ് ആയിരുന്നില്ല, ലീലയുടെ തന്നെ ആളായിരുന്നു. ലീലയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. മൊട്ടരാജിയും കൂട്ടരെയും അടിച്ചോടിച്ച ശേഷം ലീലയെ അയാൾ രക്ഷിച്ചുകൊണ്ട് വരുന്നു. എന്നാൽ അയാളുടെ ഫേസ് നമ്മളെ കാണിക്കുന്നില്ല. അയാൾ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു ഇട്ടിരുന്നത്. ലീല തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും വീടിനുള്ളിൽ കള്ളനെ കണ്ട് അവൾ പേടിക്കുന്നു. കള്ളനപ്പോഴേക്കും സേതു കൊടുത്ത കാർഡ് ഉപയോഗിച്ച് കാശു എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീണ്ടും കുറച്ചുകൂടി സാധനങ്ങൾ ഇവിടെ നിന്ന് അടിച്ചു മാറ്റാനായിരുന്നു കള്ളന്റെ ശ്രമം. ലീല കള്ളനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. എന്നാൽ ആ കള്ളനാകട്ടെ അവളെ അടിച്ച് ബോധം കെടുത്തി സേതു ഇരിക്കുന്ന ബാത്റൂമിലേക്ക് കൊണ്ടുപോയി അവളെ കെട്ടിയിടുന്നു. അവളെ കണ്ട ശേഷം കള്ളനാകട്ടെ സേതുവിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ വെറുതെ വേറെ പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നത്? ദേ ഇവൾ എത്ര സുന്ദരിയാ, ഇവളുടെ കൂടെ തന്നെ ജീവിച്ചാ പോരെ. വീണ്ടും പഴയ പോലെ അവനെ ഉപദേശിക്കാൻ ആരംഭിച്ചു. ബോധം വന്നപ്പോൾ ലീലയും കേൾക്കുന്നത് കള്ളൻ സേതുവിനെ ഉപദേശിക്കുന്നതാണ്. ഇത് കേട്ടതോടെ ലീല കള്ളനോട് പറയുന്നുണ്ട്, നീ നല്ലൊരു കള്ളനാ, അങ്ങനെ ഉപദേശിച്ചു കൊടുക്കാൻ. ഇവൻ എന്നെ ഇട്ടിട്ട് വേറെ പെണ്ണിന്റെ കൂടെ പോവുകയാണെന്ന്. എന്നെ സപ്പോർട്ട് ചെയ്ത് നീ സംസാരിച്ച സ്ഥിതിക്ക് എന്റെ പേഴ്സിലിരിക്കുന്ന കാശ് കൂടി എടുത്തുകൊള്ളാൻ ലീല പറയുന്നു. കള്ളം പോയി വീണ്ടും കാശെടുക്കുന്നുണ്ട്. സേതുവിന് ദേഷ്യം വരുന്നു. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടെങ്കിൽ മാത്രമേ നിക്കോളയുടെ കൂടെ പോകാൻ പറ്റൂ. എന്നാൽ ആ കള്ളനാകട്ടെ തന്റെ കുറെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി അവിടെ പാർട്ടി നടത്തുകയായിരുന്നു. വക്കീലിന് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന് മനസ്സിലാകാതെ അയാൾ പുറത്തു തന്നെ ഒരു ടെന്റ് കെട്ടി താമസമാണ്. സേതുവിനെ കണ്ടിട്ടേ പോകൂ എന്നുള്ള രീതിയിൽ. ആ സമയം സേതുവിനെ അന്വേഷിച്ച് വീണ്ടും നിക്കോള അവിടേക്ക് വരുന്നു. കള്ളനും കൂട്ടരും അവിടെ പാർട്ടി നടത്തുന്നത് കണ്ടതോടുകൂടി നിക്കോളയ്ക്ക് മനസ്സിലായി ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ആ കള്ളനാകട്ടെ നിക്കോളയും അടിച്ച് ബോധം കെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ അവള് അയാളുടെ കൂടെ കുറെ ഫൈറ്റ് ചെയ്തു. പക്ഷെ കുറെ നേരത്തെ ഫൈറ്റിനൊടുവിൽ ആ കള്ളൻ അവളുടെ തലക്കടിച്ചും ബോധം കെടുത്തി അവളെയും കൊണ്ടുപോയി ബാത്റൂമിൽ കെട്ടിയിടുന്നു. നിക്കോളയ്ക്ക് ബോധം വന്നപ്പോഴാണ് സേതുവും ലീലയും ആ ബാത്റൂമിൽ തന്നെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം സേതു അവളോട് പറയുന്നു. ആരെങ്കിലും ഒരാൾ ശ്രമിക്കാതെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കയ്യിലെ കെട്ടഴിക്കാൻ നിക്കോളയോട് ലീല പറയുന്നു. എന്നാൽ നീ ആദ്യം എന്റെ കയ്യിലെ കെട്ടഴിക്കാനാണ് നിക്കോള ലീലയോട് പറയുന്നത്. രണ്ടുപേരും വഴക്കുണ്ടാക്കണ്ട, രണ്ടുപേരും ചേർന്നിട്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കുന്ന സേതു പറയുന്നു. അങ്ങനെ ഇവർ ഈ ശ്രമം നടത്തുന്നതിനിടയിൽ ഈ കള്ളനും കൂട്ടരും അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. സേതു ലീലയോട് പറയുന്നുണ്ട്, എനിക്കിനി എന്തായാലും നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്ന് പോകണം, അതുകൊണ്ട് നീ സമ്മതിച്ചേ പറ്റൂന്ന്. ലീലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. നീ എന്തായാലും പോകാൻ തീരുമാനിച്ചതല്ലേ, ഒരു 3 മണിക്കൂർ എന്റെ കൂടെ സ്പെൻഡ് ചെയ്യ്, അത് കഴിഞ്ഞിട്ട് നീ പൊക്കോ, എനിക്ക് ആ ഓർമ്മകൾ മതി ഇനി അങ്ങോട്ട് ജീവിക്കാൻ. നിക്കോള പറയുന്നുണ്ട്, ഇവൾ വേറെന്തോ പ്ലാനിങ്ങിലാണ്, നീ ഇത് വിശ്വസിക്കരുതെന്ന്. എന്നാൽ തൽക്കാലം സേതു ലീല പറഞ്ഞ പ്രകാരം 3 മണിക്കൂർ അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. രാവിലെ നീ എന്നെ വിളിക്കാൻ വന്നാൽ മതിയെന്ന് സേതു നിക്കോളയോട് പറയുകയും ചെയ്തു. ലീല അവനെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് അവർ പണ്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാമായിരുന്നു. പഴയ ഓർമ്മകളൊക്കെ അവനിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അവൻ തന്നിട്ടിട്ട് പോകില്ല എന്ന് ലീല വിശ്വസിച്ചു. എന്നാൽ അതൊന്നും സേതുവിനെ ബാധിക്കുന്നുണ്ടായിരുന്നില്ല. സേതു അവളോട് പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും വഴക്കിട്ട് കണ്ടാ നീ വളർന്നത്. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഒരിക്കലും തന്റെ ലൈഫിലും ഈ ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. നീ ഇവിടെയും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും. താൻ എന്തൊക്കെ ചെയ്തിട്ടും സേതു തന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് ലീലയ്ക്ക് മനസ്സിലായതോടുകൂടി അവൾ അവനോട് പറയുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം, നീ എന്തായാലും നാളെ രാവിലെ പോകുകയല്ലേ, പോകുന്ന സമയത്ത് എന്നെ വിളിച്ചുണർത്താൻ നിൽക്കണ്ട എന്ന് എന്നോട് യാത്ര പറയുകയും വേണ്ട. അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ അവൻ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ആ വക്കീൽ അപ്പോഴും അവിടെ തന്നെയുണ്ട്. അയാളുടെ അടുത്ത് പോയി ആ ഡിവോഴ്സ് പേപ്പറിൽ അവൻ സൈൻ ചെയ്യുന്നു. രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ അവളുടെ അടുത്തുനിന്ന് സൈൻ വാങ്ങിയാൽ മതി എന്ന് പറയുന്നു. എന്നാൽ പെട്ടെന്ന് ലീല അവിടേക്ക് വരുന്നു. ഞാൻ ഓൾറെഡി ഉണർന്ന് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട്, താൻ ഇപ്പൊ തന്നെ സൈൻ ചെയ്യാം, നിനക്ക് പോകാൻ ആഗ്രഹമെങ്കിൽ നീ പൊയ്ക്കോ, ഞാൻ തടയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പേപ്പർ വാങ്ങിയായിരുന്നു. ഓൾറെഡി സേതു സൈൻ ചെയ്തു. അവളും കൂടെ സൈൻ ചെയ്താൽ ഇവരുടെ ഡിവോഴ്സ് നടക്കും. എന്നാൽ സൈൻ ചെയ്യുന്നതിന് തൊട്ടു മുൻപ് അവൾ തലകറങ്ങി വീഴുന്നു. ആ സമയത്താണ് സേതുവിനെ വിളിക്കാൻ നിക്കോള അവിടേക്ക് വന്നത്. നിക്കോളയുടെ വണ്ടിയിൽ സേതു ലീലയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഈ ഒരു സീനായിരുന്നു മൂവിയുടെ തുടക്കത്തിലും കാണിച്ചത്. ലീല ഹോസ്പിറ്റലാണെന്ന് അറിഞ്ഞിട്ട് ലീലയുടെ അച്ഛനും അവിടേക്ക് വരുന്നു. ഹോസ്പിറ്റലിൽ ഡോക്ടർ പരിശോധിച്ചെല്ലാം കഴിഞ്ഞിട്ട് സേതുവിനോട് പറയുന്നുണ്ട്, നിങ്ങളൊരു അച്ഛനാകാൻ പോവുകയാണെന്ന്. ലീല പ്രഗ്നന്റ് ആയിരുന്നു. ഇത് കേട്ട് ശരിക്കും സേതുവും നിക്കോളയും ഞെട്ടി. ചെക്കപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും സേതു ആകട്ടെ ലീലയോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇത് എന്നോട് പറയാതിരുന്നതെന്ന്. എന്നാൽ പറയാൻ എപ്പോഴാ നീ എനിക്ക് അവസരം തന്നതെന്ന് അവള് ചോദിക്കുന്നു. ഞാനിത് പറയാൻ തുടങ്ങിയതാ പലതവണ, കാണുമ്പോഴെല്ലാം പിരിയാം, ഡിവോഴ്സ് ചെയ്യാം എന്നൊക്കെയല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് അവളുടെ അച്ഛനും വന്നത്. അവിടെ നടക്കുന്നത് എന്താണെന്ന് അയാൾ മനസ്സിലാക്കി. നമ്മുടെ ഇത് 3 വർഷത്തെ ദാമ്പത്യ ബന്ധമോ, ഭാര്യയും ഭർത്താവും ആവുമ്പോ ചില പിണക്കങ്ങളും ദേഷ്യമൊക്കെ വരും. പക്ഷെ അതിന്റെ പേരിൽ നീ പിരിയാന്ന് പറയാൻ പാടില്ലായിരുന്നു. എന്റെ അച്ഛനും അമ്മയും തമ്മിൽ ഇത്രയധികം വർഷം വഴക്കുണ്ടാക്കിയിട്ടും അവർ ഒരു തവണ പോലും പരസ്പരം പിരിയാന്ന് പറഞ്ഞിട്ടില്ല. അമ്മ പോയ ശേഷം അച്ഛൻ കുറ്റബോധത്തിൽ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് അച്ഛനെ പോലൊരു പാർട്ണറെ ഞാൻ സെലക്ട് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ ഞാൻ ഇപ്പൊ പറയുകയാണ്, എന്തുകൊണ്ട് നിന്നേക്കാൾ ബെറ്റർ എന്റെ അച്ഛൻ തന്നെയാണ്. അച്ഛനൊരിക്കലും ഇത്രയും പ്രശ്നങ്ങൾ അമ്മയായിട്ട് ഉണ്ടാക്കിയിട്ടും ഒരു തവണ പോലും അമ്മയെ പിരിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തായാലും തീരുമാനം എടുത്തില്ലേ. ഇന്ന് നമ്മുടെ ആനിവേഴ്സറി ആണ്. ഇന്ന് ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റ് തന്നെ ഞാൻ നിന്റെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു പോകുക എന്നതാണ്. ശരിക്കും ഇതെല്ലാം കേട്ട് സേതു ആകെ സങ്കടത്തിൽ നിൽക്കുകയായിരുന്നു. അവൾ അച്ഛനെയും കൂട്ടി അവിടെ നിന്നും പോവുകയായിരുന്നു. എന്നാൽ ആ സമയം അവളുടെ ഫ്രണ്ട് വന്ന് സേതുവിനോട് പറയുന്നുണ്ട്, നീ അവളെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്ന്. അവൾ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് തന്നെ കാരണം നിന്റെ ക്യാരക്ടർ ആയിരുന്നു. ഓർഫനേജിൽ ഒരു തവണ ഷൂട്ടിന് വന്ന സമയത്ത് അവിടെയുള്ള അമ്മമാരെല്ലാം സ്വന്തം അമ്മയെ പോലെ അവൻ കാണുന്നത് കണ്ടപ്പോൾ ലീലയ്ക്ക് തോന്നിയിരുന്നു അവനെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും അവൻ അത്രയധികം സ്നേഹിക്കുമെന്ന്. അവിടെയുള്ള കുട്ടികളെ എല്ലാം തന്നെ
തന്നെ സ്വന്തം മക്കളെ പോലെ അവൾ കണ്ടു. കാരണം അത് സേതു ജനിച്ചു വളർന്ന ഓർഫനേജ് ആണ്. ആ ഓർഫനേജിന് വേണ്ടിയിട്ട് അവൾ ലക്ഷങ്ങൾ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നീ പോലും അറിയാതെ നിന്നെ ഭ്രാന്തമായി അവൾ സ്നേഹിക്കുകയായിരുന്നു. ഇതൊന്നും താൻ അറിയാത്തത് കാരണം സേതുവിന് സങ്കടം തോന്നി. പക്ഷെ ആ സമയം പുറത്തേക്കിറങ്ങിയ നമ്മുടെ ലീലയെ ആ മൊട്ടരാജൻ സംഘവും വീണ്ടും തട്ടിക്കൊണ്ടുപോകുന്നു. ഇത് കണ്ടുകൊണ്ടുവന്ന വക്കീലാകിട്ട് സേതുവിനോട് കാര്യം പറയുന്നു. അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് ലീലയെ രക്ഷിക്കാൻ പോവുകയാണ്. മൊട്ടരാജൻ സംഘവും ലീല ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സെറ്റിലേക്കാണ് അവളെ കൊണ്ടുപോകുന്നത്. അവിടെ കുറെ ട്രാപ്പ് ഉണ്ടായിരുന്നു. ആ ട്രാപ്പിൽ നിന്നും നായികയെ രക്ഷിക്കുന്നതായിരുന്നു രംഗം. അതുപോലൊരു വലിയ ഗ്ലാസ് ജാറിനുള്ളിൽ അവളെ ഇട്ട ശേഷം അതിലേക്ക് ആ മൊട്ടരാജ് വെള്ളം ഒഴിക്കുകയായിരുന്നു. പറ്റുമെങ്കിൽ നീ വന്ന് ഇവളെ രക്ഷിച്ചോ, ഇല്ലെങ്കിൽ ഇവൾ ഞാൻ പറയുന്നത് പോലെ തന്നെ എനിക്ക് വേണ്ടി സിനിമ ചെയ്യണമെന്ന് പറയുന്നു. ലീലയെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുന്നു, ലീലയുടെ ആ മുറച്ചിറക്കൻ ഉൾപ്പെടെ. എന്നാൽ ലീലയെ അവസാനം രക്ഷിക്കുന്നത് നമ്മുടെ സേതു തന്നെയാണ്. സേതു അവളോട് പറയുന്നുണ്ട്, ഈ 3 വർഷം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് എനിക്ക് വട്ടുപിടിച്ചു. ശരിക്കുള്ള സ്നേഹം പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. നിക്കോളയ്ക്കും ഇവരെ കണ്ടപ്പോൾ മനസ്സിലായി ഇവരെ പിരിക്കാതിരിക്കുന്നത് തന്നെ നല്ലതെന്ന്. അതുകൊണ്ട് അവൾ സേതുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കിടയിൽ വരാത്തത് തന്നെയാ നല്ലത്. എനിക്കതിലൊരു വിഷമമില്ല. ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. സേതുവിനെ ആദ്യം കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് താൻ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്കൊരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പൊ ഞാൻ നിങ്ങളെ പിരിക്കുകയാണെങ്കിൽ 3 പേരുടെ ജീവിതത്തെ അത് ബാധിക്കും. നിങ്ങൾ 2 പേരുടെയും നിങ്ങളുടെ കുട്ടിയുടെയും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ പിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ 2 പേരെയും തന്നെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് നിക്കോള അവരുടെ ലൈഫിൽ നിന്നും പോകുന്നു. ആ സമയം ലീല മറ്റൊരു സത്യവും കൂടി സേതുവിനോട് പറയുന്നുണ്ട്. സേതു പണ്ട് പ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഫോണിലൂടെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒരു അൺനോൺ നമ്പറിൽ നിന്ന് സേതുവിന് വന്നൊരു കോളായിരുന്നു പ്രിയ നിങ്ങൾ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ്. അങ്ങനെ പരസ്പരം സംസാരിച്ചാണ് അവർ പ്രണയത്തിലായത്. പക്ഷെ പ്രിയ എന്ന പേരില് സേതുവിനോട് അന്ന് സംസാരിച്ചതും താൻ തന്നെയായിരുന്നു എന്നാണ് ലീല അവനോട് പറയുന്നത്. അതോടുകൂടി അവന്റെ ലൈഫില് വലിയൊരു വിഷമവും കൂടി ഇല്ലാതെയായി. കാരണം അവൻ ആദ്യം പ്രണയിച്ചത് പ്രിയ എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നല്ലോ. ആ പെൺകുട്ടി തന്നെയാണ് ലീല എന്നറിഞ്ഞപ്പോൾ അവന് സന്തോഷം തോന്നി. ഇനി ഇതിനകത്ത് മറ്റൊരു ടെസ്റ്റും കൂടിയുണ്ട്. സേതു തന്നെ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മുടെ ലീല പ്ലാൻ ചെയ്തതാണ്. അവളുടെ ഫോണിൽ സേവ് ചെയ്തിട്ടിരുന്ന സ്വിഗ്ഗി ബോയ് ഇവരുടെ വീട്ടിൽ വന്ന അതേ കള്ളനായിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ലീല പരിചയപ്പെട്ട ഒരാളായിരുന്നു അത്. സിനിമയിൽ ചാൻസ് ചോദിച്ചു നടന്ന അയാളെ അവളൊരു ഹെൽപ്പിന് വിളിക്കുകയായിരുന്നു. ആ കള്ളം വന്നിട്ട് നമ്മുടെ സേതുവിനെ ഉപദേശിക്കാനുള്ള കാരണവും ലീല പറഞ്ഞിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ മൊട്ടരാജന്റെ അടുത്ത് നിന്നും ലീലയെ രക്ഷിച്ചതും അതേ സ്വിഗ്ഗി ബോയ് തന്നെയാണ്. എല്ലാം അവർ നടത്തിയ പ്ലാനിംഗ് ആയിരുന്നു. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ആ മൊട്ടരാജും കൂട്ടരും ഇപ്പോൾ നമ്മുടെ ലീലയെ തട്ടിക്കൊണ്ടുപോയില്ലേ, അതും പ്ലാനിംഗ് ആയിരുന്നു. പുറത്തുനിന്ന ലീലയാകട്ടെ മൊട്ടരാജുവിനോട് ഹെൽപ്പ് ചോദിച്ചതാണ്, തന്നെ വെറുതെ ഒന്ന് തട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മൂവി ചെയ്തു തരാമെന്ന് സമ്മതിച്ചു. ശരിക്കും ലീലയോട് ഇപ്പോഴും സേതുവിനുള്ള ഇഷ്ടം അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്നും അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ് വേണ്ടതെന്നും ലീല മനസ്സിലാക്കിയിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു അവൾ ഈ നാടകം എല്ലാം കളിച്ചത്. എന്താണെങ്കിലും അവൾ അതിൽ വിജയിക്കുകയും ചെയ്തു. സേതു അവളെ വിട്ടിട്ട് പോയതുമില്ല. അവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.